എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഹറിനെ കാണിക്കുന്നു. അവളാവട്ടെ ഒരു നദിക്കരയില് അങ്ങനെ ബോധം കെട്ട് കിടക്കാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പൊ ലീഫ് വില്ലേജില് ഹൊക്കാഗെടുത്ത് അസിസ്റ്റന്റ് ചേച്ചി ഗ്രീൻ വില്ലേജിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാമത്തിലൊന്നും കറക്റ്റ് ആയിട്ടുള്ള പട്ടാളക്കാരോ റൂൾസോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ആ ഗ്രാമത്തെ അറ്റാക്ക് ചെയ്യാനും പിടിച്ചെടുക്കാനും ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ഗ്രാമത്തിലുള്ള ഏതോ ഒരു പണക്കൊതിയനായ ഉദ്യോഗസ്ഥനാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞതെന്ന് ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചി പറയും. അത് കേട്ട് ഹൊക്കാകെ അപ്പൊ തീർച്ചയായിട്ടും നറൂട്ടോ കുട്ടപ്പനും ടീംസും ഇപ്പൊ വലിയ എന്തോ അപകടത്തിലാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയാൽ പിന്നെ ഒരിക്കലും നമുക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു ഗ്രാമത്തിലെ പ്രശ്നം അത് തീർച്ചയായിട്ടും കൂടിക്കൂടി അത് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോലും വ്യാപിക്കാനായിട്ട് വലിയ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഗ്രാമത്തിലെ ബാക്കിയുള്ളവരെയും കൂട്ടി നീ ഇപ്പൊ തന്നെ ഗ്രീൻ വില്ലേജിലേക്ക് പോയി കുട്ടപ്പനെയും കൂട്ടരെയും അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനായിട്ട് ഹൊക്കാഗെ പറയും. കട്ട് ചെയ്ത ആ ഒരു ഉണ്ടപ്പം വില്ലനാവട്ടെ അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ നറൂട്ടോ കുട്ടപ്പൻ വരുന്ന കണ്ട് അവന്റെ കൈ ചുരുട്ടി ഇലക്ട്രിക് പവറുള്ള മാഗ്നറ്റിക് പൗഡർ തന്നെ ഇപ്പൊ കുട്ടപ്പന്റെ ബോഡിയിലേക്ക് അങ്ങനെ തെറിപ്പിച്ചു വിടും. പൗഡർ കുട്ടപ്പന്റെ ദേഹത്ത് വീണ് അവൻ കിടന്ന് പൊളയാൻ തുടങ്ങും. പതിയെ പതിയെ ആ ഒരു പൗഡർ ആവട്ടെ കുട്ടപ്പനെ അങ്ങനെ തന്നെ ചിന്തിക്കാൻ കഴിയാത്ത വിധം തളർത്തി താഴേക്കിടും. കുട്ടപ്പൻ ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരുപാട് കത്തിയും അതിൽ പേപ്പർ ബോംബും ചുരുട്ടിയെടുത്ത് കുട്ടപ്പന്റെ നേർക്ക് വലിച്ചെറിയും. അത് കണ്ട് ഹിനട്ട ഞെട്ടിയിട്ട് കുട്ടപ്പനെ വിളിച്ചു പറയും, കുട്ടപ്പാ എഴുന്നേറ്റോട്, നിന്റെ തൊട്ടടുത്ത് ഇപ്പൊ ഒരുപാട് ബോംബുകൾ ഉണ്ടെന്ന് അവൾ വിളിച്ചു കൂവുമ്പോ കുട്ടപ്പനാവട്ടെ നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്. ആ വില്ലൻ അവന്റെ കയ്യിൽ പെട്ട തീർച്ചയായിട്ടും അവൻ നിന്നെ വെറുതെ വിടില്ല. പക്ഷെ അവക്ക് മനസ്സിലാവും കുട്ടപ്പനെ ഇവിടെ ഇട്ടിട്ട് പോയാൽ തീർച്ചയായിട്ടും അവനെ ഇനി തിരികെ കിട്ടില്ല എന്ന്. വില്ലനുടനെ കാര്യം വഷളാകുമെന്ന് മനസ്സിലാക്കി അവൻ വീണ്ടും കൈ ചുരുട്ടി ആ ഒരു മാഗ്നറ്റിക് പൗഡർ അങ്ങനെ തന്നെ ഇപ്പൊ ഹിനട്ടയുടെ മേലേക്കും വലിച്ചെറിയാനായിട്ട് തുടങ്ങും. നമ്മുടെ പെങ്കൊച്ച് ഓൾറെഡി ഒരുപാട് ട്രെയിനിങ് കഴിഞ്ഞവളാണ്. അവൾ അവളുടെ 64 പോംസ് സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പൗഡർ എല്ലാം തന്നെ ഈസി ആയിട്ട് തെറിപ്പിച്ച് ദൂരത്തേക്കിടും. അപ്പൊ വില്ലന് മനസ്സിലാവും ഇവളാള് നിസ്സാരക്കാരിയല്ലാന്ന്. അവൻ വീണ്ടും ആ ഒരു ഗോളം കയ്യിലെടുത്ത് ഇപ്പൊ കറക്കാനായിട്ട് ആരംഭിക്കും. അത് കറക്കി കറക്കി അവളുടെ അടുത്ത് വരെ നമ്മുടെ കുട്ടപ്പി ആവട്ടെ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. അത് തൊട്ടടുത്തെത്തിയ ഉടൻ തന്നെ അവൾ കത്തി വീശി ഹായ് ആയിട്ട് ആ ഒരു ഗോളത്തെ അങ്ങനെ തന്നെ തെറിപ്പിച്ചു വിടും. അത് കാണുമ്പോ വില്ലൻ പറയും, ഇനി നീ ഫൈറ്റ് ചെയ്യാൻ വന്ന നിന്റെ ഫ്രണ്ട് ഈ കുട്ടപ്പനെ ഞാൻ കൊന്നുകളയും. എനിക്കൊരു പേടിയില്ല. നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പെണ്ണ് രാജകുമാരി ഹർണി അവൾ എവിടെയാണുള്ളതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിന്നെയും ഈ ചെറുക്കനെയും ഞാൻ വെറുതെ വിടാം. പക്ഷെ ഹിനട്ട ആവട്ടെ അവളൊരു അക്ഷരം പോലും മിണ്ടാതെ ഇപ്പൊ പാറ പോലെ ഉറച്ചു നിൽക്കും. അവനിപ്പൊ മെല്ലെ അവൾ വലിച്ചെറിഞ്ഞ ആ കത്തികളെല്ലാം തന്നെ കൺട്രോൾ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകും. അത് കണ്ട് ഹിനട്ടക്കുട്ടപ്പി ആവട്ടെ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഇപ്പൊ പുറത്തേക്ക് ഓട്ടാനായിട്ട് തുടങ്ങും. അത് കണ്ട് കറക്റ്റായിട്ട് ആ വില്ലനാവട്ടെ കത്തികളെല്ലാം തന്നെ അവൾക്ക് നേരെ വലിച്ചങ്ങോട്ട് എറിയും. അത് കണ്ട് ഹിനട്ട ആവട്ടെ അവൾ വെറുതെ ഇരിക്കാതെ വലിയൊരു ബോംബിട്ട് ആ കത്തികളെല്ലാം തന്നെ ഇപ്പൊ തെറിപ്പിച്ച് അവിടെ മുഴുവൻ തന്നെ ഇപ്പൊ പുക കൊണ്ട് മൂടും. പുക മാറിക്കഴിയുമ്പോ വില്ലനാവട്ടെ അവിടെ ഇവിടെ ഒക്കെ തന്നെ അവളെ തെരയാനായിട്ട് ആരംഭിക്കും. അവളാവട്ടെ എങ്ങനെയെങ്കിലും വില്ലന്റെ ശ്രദ്ധ തെറ്റിക്കാനായിട്ട് അവിടുന്ന് ഓടാണ്. കത്തിയുടെ ചെറിയൊരു പീസ് കൊണ്ട് അവളുടെ കൈ മുറിഞ്ഞ് അവൾ പോകുന്ന വഴിക്കെല്ലാം തന്നെ ഇപ്പൊ ബ്ലഡ് അത് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറപ്പായിട്ടും നിന്റെ ജീവൻ രക്ഷിക്കുന്നും പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പി മുൻപോട്ട് ഓടുമ്പോ വില്ലനാവട്ടെ ആ രക്തത്തുള്ളികളെ നോക്കി അവളെ വിടാതെ പിന്തുടരും. ഇവിടെ കുട്ടപ്പനാവട്ടെ ഹിനട്ട അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാനായിട്ട് കണ്ണു തുറന്ന് ചുറ്റും നോക്കാൻ ആരംഭിക്കും. അപ്പൊ ഹിനട്ടയ്ക്ക് മനസ്സിലാവും എങ്ങനെയെങ്കിലും അവന്റെ വീക്ക് പോയിന്റ് കണ്ടുപിടിക്കണം. അവൾ വ്യാഹു കണ്ണു വെച്ച് ഇപ്പൊ അവനെ ചെക്ക് ചെയ്യുമ്പോ അവൻ ഏകദേശം ഇപ്പൊ അവളുടെ തൊട്ടടുത്തേക്ക് എത്താനായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ പെങ്കൊച്ച് അവളുടെ കയ്യില് തറച്ചു കയറിയ ആ ഒരു കത്തിയുടെ പീസ് കാണുക. അപ്പൊ അവൾക്ക് പിടികിട്ടും അവൻ അയൺ സാൻഡ് വെച്ചാണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. ഓരോ തവണ അവൻ മാഗ്നറ്റിക് പവർ ഉപയോഗിക്കുമ്പോഴും അവൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവന്റെ വയറ്റിൽ തട്ടി അത് ഓണും ഓഫും ആക്കിയിട്ടാണ് അവൻ ഫൈറ്റ് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും അത് തന്നെയാണ് അവന്റെ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞ് ഇപ്പൊ അവളാവട്ടെ അവന്റെ ചക്ര പോയിന്റ്സ് അതൊന്നൊന്നായിട്ട് ഇപ്പൊ സ്കാൻ ചെയ്യാനായിട്ട് ആരംഭിക്കും. ഹിനട്ട കൈ നീട്ടി വില്ലന്റെ അടുത്തേക്ക് ചാടി വീണ് രണ്ടുപേരില് അവന്റെ വയറ്റിൽ തന്നെ കുത്തി അങ്ങോട്ട് പിടിക്കും. നമുക്ക് ഒരുമിച്ച് ചാകാന്ന് പറഞ്ഞ് അവൻ അങ്ങനെ തൂക്കിയെടുത്ത് അവള് കറങ്ങി തിരിഞ്ഞ് നിലത്തടിപ്പിക്കുമ്പോ വില്ലനാവട്ടെ അവൻ ഈസി ആയിട്ട് ഇപ്പൊ എസ്കേപ്പ് ആവും. പാവൻ നറൂട്ടോ കുട്ടപ്പി
നടു ഉളുക്കി അവിടെ താഴെ വീഴും. അത് കണ്ടിപ്പോ വില്ലന് അവന് കലി കയറി കുട്ടപ്പയുടെ നേർക്ക് പാഞ്ഞടുക്കാൻ തുടങ്ങും. വില്ലൻ പതിയെ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പവർ എടുക്കും. പക്ഷെ എന്താ സംഭവിക്കുക, അത് പതിയെ പതിയെ അവനെ തന്നെ ഫ്രീസ് ആക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ പെങ്കൊച്ച് അവൾ കറങ്ങി അടിച്ച് അവന്റെ ചക്ര പോയിന്റ്സ് തന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു അയൺ സാൻഡ് അതങ്ങനെ തന്നെ അവനെ ഫില്ല് ചെയ്ത് ഇപ്പൊ വലിയൊരു സ്ട്രോങ് മാഗ്നറ്റായി മാറാൻ പോവുകയാണ് ആ ഒരു വില്ലൻ. പക്ഷെ അവന്റെ പവർ അത് മുഴുവനായിട്ട് റിലീസ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാം തന്നെ ഇപ്പൊ കാന്തമായിട്ട് മാറാൻ തുടങ്ങും. അതിന്റെ ഇടയിൽ പെട്ട് ഇപ്പൊ ഹിനട്ടക്കുട്ടപ്പി ആവട്ടെ അവളുടെ പവർ കുറഞ്ഞ് അങ്ങനെ ബോധം കെട്ട് അവിടെ വീണ് കിടക്കും. ഇവിടെ ചോദിച്ച് ഓടി വരുമ്പോ നമ്മുടെ കുട്ടപ്പൻ കല്ലുകൾക്കിടയിൽ കിടക്കുന്നതായിട്ട് അവൻ കാണും. കല്ലെല്ലാം ഉരുട്ടി മാറ്റി ഇപ്പൊ കുട്ടപ്പനെ രക്ഷിക്കുമ്പോ കുട്ടപ്പൻ ഉടനെ പറയും, ഹിനട്ട ആ വില്ലനുമായിട്ട് ഇപ്പൊ കാട്ടിലേക്ക് ഓടി. ആദ്യം നമുക്ക് അവളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവരാവട്ടെ ഹിനട്ടെ അന്വേഷിച്ച് ഇപ്പൊ കാട്ടിലൂടെ മുൻപോട്ട് പോകാൻ തുടങ്ങും. ഇവിടെ കാട്ടില് നമ്മുടെ കുട്ടപ്പി ആവട്ടെ ആ ഒരു മാഗ്നറ്റിക് പവറിൽ പതിയെ ഭൂമിക്കടിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാന കുട്ടപ്പൻ ഇപ്പൊ അവളെ കണ്ടുപിടിക്കും. അവൻ ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കുഴിയിലേക്ക് ഇറങ്ങി നമ്മുടെ പെങ്കൊച്ചിനെ അവളെ പൊക്കി അങ്ങോട്ട് എടുക്കും. അവൾ പറയും, എനിക്ക് വേണ്ടി നിങ്ങൾ ഇവിടം വരെ വന്നു, ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറയുമ്പോൾ അവര് പറയും, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് അത് നീയാണ്, ആ നിന്റെ ജീവൻ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ ഒരു വില്ലൻ എവിടെയെന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോൾ അവള് പറയും, അവനെ ഞാൻ ഓൾറെഡി മണ്ണി കുഴിച്ചിട്ടു. അത് കേട്ട് കുട്ടപ്പൻ ഹാപ്പി ആയിട്ട് അങ്ങനെ തുള്ളിച്ചാടുമ്പോൾ ഹിനട്ടെ ആവട്ടെ കുട്ടപ്പന്റെ ബാൻഡ് അത് അവന്റെ കയ്യിൽ കൊടുക്കും. അവള് പറയും, നമ്മുടെ മിഷൻ അത് അവസാനിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് ഹരനെ കണ്ടുപിടിക്കണം. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ ഒരു 3 ബ്രദേഴ്സില് മൂത്ത ബ്രദർ വില്ലൻ അവനാവട്ടെ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ടെലസ്കോപ്പ് വെച്ച് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ദേഷ്യം കടിച്ചമർത്തി പറയും, ഇത്രയും ചെറിയ നുണങ്ങു പിള്ളേര് എന്റെ 2 ബ്രദേഴ്സിനെയും കൊന്നുകളഞ്ഞു. അവരെ കൊണ്ട് ഇതെങ്ങനെ കഴിഞ്ഞു? തീർച്ചയായിട്ടും ഇവരാരെയും ഞാൻ വെറുതെ വിടില്ല. ആ ഒരു വില്ലന് അവന്റെ 2 ബ്രദേഴ്സും മരിച്ചു പോയതില് ഇപ്പൊ സന്തോഷാണ്. കാരണം ഇപ്പൊ സ്വത്തുക്കൾ മുഴുവൻ അവന്റെ കയ്യിലാണ്. അവനാവട്ടെ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ പിടിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് വരുമ്പോ ഇവിടെ കുട്ടപ്പൻ ഒരു വിധത്തില് ആ ഹരണിയെ കണ്ടുപിടിക്കും. അവൾ ഉടനെ ചാടിയിട്ട് അയ്യോ ഭൂതം എന്ന് പറഞ്ഞ് കുട്ടപ്പനെ തൊഴിച്ച് ആ ഒരു വെള്ളത്തിലേക്കിടും. അവൻ വിളിച്ചു പറയും, എടി മണ്ടി, ഇത് ഞാനാണ് കുട്ടപ്പൻ, നിന്നെ രക്ഷിക്കാനായിട്ട് ഇവിടേക്ക് വന്നതാണെന്ന്. അവള് സോറി പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനെ കരയ്ക്കേക്ക് വലിച്ചു കയറ്റും. അതിന് കുട്ടപ്പൻ, നീ എന്തു കോലാണ്, നീ എന്തിനാണ് ഞങ്ങളുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടത്? എനിക്കാരെ വിശ്വാസമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഞാൻ രക്ഷപ്പെട്ടാൽ മാത്രമേ എൻ്റെ ഗ്രാമം അതെനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയൂ. എൻ്റെ ഗ്രാമത്തിലേക്ക് പോയി ട്രെയിനിങ് എടുത്ത് എല്ലാം തിരികെ പിടിച്ച് എനിക്ക് ഫ്യൂഡൽ ലാർഡ് ആവണം. എങ്കിൽ മാത്രമേ എനിക്കും എൻ്റെ ഗ്രാമത്തിനും നഷ്ടപ്പെട്ടതൊക്കെ തന്നെ തിരികെ കിട്ടുള്ളൂ. അതിന് കുട്ടപ്പൻ, ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ആഗ്രഹങ്ങളൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. അതിനവൾ ദേഷ്യപ്പെട്ട് പറയും, അപ്പം നീ പറയുന്നത് ഞാൻ തോറ്റുപോകുമെന്നാണോ? എനിക്കെൻ്റെ ഗ്രാമം അത് തിരികെ പിടിക്കാൻ കഴിയില്ല എന്നാണോ? അവള് കലി കയറി ഇപ്പൊ കുട്ടപ്പനെ കോളറെ പൊക്കിയെടുത്ത്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കും? വളരെ ചെറുപ്പം മുതലേ ആരും സ്വാതന്ത്ര്യം തരാതെ എന്നെ ഓരോ സ്ഥലത്ത് പിടിച്ചു വെച്ച് വളർത്തി. പിന്നീട് ആരൊക്കെയോ എൻ്റെ വില്ലേജിന് വേണ്ടി എന്നെ ഒരുപാട് ഉപദ്രവിച്ച് എവിടേക്കോ പൂട്ടിയിട്ട് അവർക്ക് ഇഷ്ടം പോലെ അവരെന്നെ ഉപയോഗിച്ചു. അങ്ങനെ എല്ലാ പീഡനത്തിനും ശേഷം ഇപ്പൊ അവസാനം ഞാൻ തിരികെ എൻ്റെ ഗ്രാമത്തിലേക്ക് പോവാണ്. അപ്പൊ വീണ്ടും നീ ഓരോന്ന് പറഞ്ഞ് എന്നെ തളർത്താൻ ശ്രമിക്കുകയാണോ ചോദിച്ചിട്ട് അവളാവട്ടെ ഇപ്പൊ കുട്ടപ്പനടുത്ത് കൂടുതൽ ചൂടാവും. അവള് ദേഷ്യപ്പെട്ട് എന്നെ ഫോളോ ചെയ്ത് വരരുത്, എനിക്ക് നിങ്ങളുടെ ആരുടെയും സഹായം ഇപ്പൊ ആവശ്യമില്ല. അവള് ഫുൾ കലിപ്പില് ഇപ്പൊ മുൻപോട്ട് നടക്കുമ്പോ കുട്ടപ്പൻ പറയും, എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്തേ മതിയാവൂ, കാരണം അത് ഞാൻ ഹിനട്ടയ്ക്ക് കൊടുത്ത എൻ്റെ വാക്കാണ്. അത് കേട്ട് ഇപ്പൊ ഹർണിക്ക് ഒരുപാട് വിഷമാവും. കാരണം അവള് ഹിനട്ടെ അടിച്ചിട്ടിട്ട് പോലും അവളെ രക്ഷിക്കാനാണ് ഇപ്പൊ ഹിനട്ട പറഞ്ഞത്. മാത്രമല്ല, നിന്റെ ഗ്രാമത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന 2 വില്ലന്മാരെ അവളാണ് കൊന്നു തള്ളിയത്. അതിനവള് പറയും, നിങ്ങളെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കേണ്ടത് ആ വെറും മർച്ചന്റുകളെ മാത്രമാണ്. പിന്നെ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി എൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് കുട്ടപ്പൻ പറയും, ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും ഇപ്പൊ നിന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെയും ബുദ്ധിമുട്ട് കണ്ട് ഞങ്ങൾക്കൊരിക്കലും നോക്കി നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ അവളുടെ കൈ പിടിച്ച് വലിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വാലി കടന്ന് അടുത്തുള്ള ഗ്രാമത്തിലെത്തണം. പിന്നീട് ആ വില്ലന്മാർക്ക് നിന്നെ തൊടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവളുടെ കൈയും പിടിച്ച് ഇപ്പൊ ഓടാനായിട്ട് തുടങ്ങും. അവൾ ഒരുപാട് സന്തോഷത്തില് അവന്റെ കൂടെ ഓടുമ്പോ കട്ട് ചെയ്താ ഇവിടെ ചോച്ചിയും ഹിനട്ടയും ആ ഒരു സെക്യൂരിറ്റി നിഞ്ചയും അവര് വളരെ വേഗത്തില് കുട്ടപ്പന്റെ പുറകെ പോകുമ്പോ ആ വില്ലന്മാരുടെ ആൾക്കാര് അങ്ങനെ വന്ന് നമ്മുടെ ആൾക്കാരെ റൗണ്ട് ചെയ്യും. ചോച്ചി ഉടനെ
അവന്റെ കത്തിയെടുത്ത് വീശാൻ ശ്രമിക്കുമെങ്കിലും ആ ഒരു മെയിൻ വില്ലൻ അവൻ അങ്ങനെ തന്നെ ചോച്ചിയെ തളർത്തി ഇപ്പൊ താഴേക്കിടും. കട്ട് ചെയ്ത കുട്ടപ്പനും ഹർണയും ഒരുപാട് ദൂരം ഓടി ഒരു വിധത്തില് ആ ഗ്രാമത്തിന്റെ തൊട്ടടുത്തെത്തും. പക്ഷെ അപ്പോഴേക്കും ഹർണയാവട്ടെ അവള് ക്ഷീണിച്ച് ഇപ്പൊ താഴേക്ക് വീഴും. കുട്ടപ്പൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോ അവരുടെ തൊട്ടടുത്തായി ഇപ്പൊ ഒരുപാട് ബോംബുകൾ പൊട്ടുന്ന കണ്ട് കുട്ടപ്പൻ അവളെ വലിച്ചെടുത്ത് ഇപ്പൊ ഒരു വിധത്തില് അവളെ രക്ഷിക്കും. വില്ലൻ ഹായ് ആയിട്ട് ഇപ്പൊ പറന്ന് കുട്ടപ്പന്റെ അടുത്ത് വന്ന്, നീ ആള് മോശമല്ലാന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ രണ്ടുപേരെയും ആ ഗ്രാമത്തിലെത്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അത് കേട്ട് നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ ഷോക്കായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും